ജന്മം കൊണ്ട നാൾ മുതൽ ഉള്ളിലൊതുക്കിയ വേദനകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ വൻപിഴയാണെൻ്റെ പാവങ്ങളും. തിരുനിണത്താൽ എന്നെ കഴുകേണമേ, തൂമഞ്ഞു പോലെന്നെ സൗഖ്യമാക്കണേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 51 സങ്കീർത്തനം അതിൻ്റെ 12 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സുരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് മനം തിരിയും. സ്തോത്രം. ദൈവമക്കളെ, ഇതിനകത്ത് മനോഹരമായ ഈ വാക്യങ്ങൾ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നല്ല ചോദ്യമാണ്. ദൈവസന്നിധിയിൽ നാഥാൻ പ്രവാചകനിലൂടെ തൻ്റെ തെറ്റ് തിരുത്തപ്പെടുവാനായിട്ട് ഇടവന്നപ്പോൾ, തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ യഹോവയുടെ സന്നിധിയിൽ അനുതപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തെറ്റ് ജീവിതത്തിൽ ആർക്ക് സംഭവിച്ചാലും ദൈവമക്കളെ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട തിരുത്തിക്കൊണ്ട് പോരാൻ ദൈവം സഹായിക്കണം. അത് കർത്താവിന് വേണ്ടിയിട്ടുള്ളൊരു ജീവിതം. ആമേൻ. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, യേശു കർത്താവ് നീതിമാന്മാരെ അല്ലല്ലോ തേടി വന്നത്, പാവികളെ അത്രേ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് എനിക്കും വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എന്നും മഹത്വമുള്ള സാക്ഷി പറയാൻ ദൈവം നമ്മളെ ഒരുക്കിയിട്ടില്ലേ? ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ നിന്റെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവസന്നിധിയിൽ നിന്ന് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടൊരു വേദന അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ഭയങ്കരമായൊരു വേദന. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിന്ന് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയാൽ ആ ഒരു വേദന വളരെ അധികമാണ്. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നീ എന്നെ താങ്ങണമേ എന്ന് എന്നിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ജന്മത്തെ ശപിച്ചില്ല, മാതാപിതാക്കളെ ശപിച്ചില്ല, സഹോദരങ്ങളെ ശപിച്ചില്ല, നാട്ടുകാരെയോ വീട്ടുകാരെയോ ആരെയും ശപിച്ചില്ല. തൻ്റെ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ആരും പ്രേരിപ്പിച്ചതല്ല. ദൈവസ്നേഹം ഒരിക്കലെങ്കിലും ഒരു നിമിഷമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരാം. തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ തിരുത്താനും അവരുടെ ജീവിതത്തിൽ ഇത്ര വലിയ സ്നേഹത്തെ കണ്ടെത്തുവാനും അവർ വേറൊരു വഴി പോകത്തില്ല. കാരണം നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു തന്നാൽ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു അനുഭവമാണ്. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ താങ്ങണമെന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാവികൾ നിങ്ങളിലേക്ക് മനം തിരിയും. ഇത്ര മനോഹരമായി ഉറപ്പതേതനുണ്ട്. ആമേൻ. സ്തോത്രം. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്നാൽ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നീ എന്നെ ഒന്ന് താങ്ങിയാൽ, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. അപ്പോൾ തന്നെ ചെയ്യാനുള്ളത് നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കളെ, ദാവീദ് രാജാവ് ഇവിടെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്, നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം തിരികെ തരാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കത്തില്ല. ഈ ലോകത്തിന് നമ്മുടെ ആ രക്ഷയുടെ സന്തോഷം കെടുത്താൻ പറ്റും, പക്ഷേ അത് തിരിച്ചു തരാൻ ആർക്കും പറ്റില്ല. ദൈവമക്കളെ, കെടുത്തുന്നവർക്കാർക്കും തിരിച്ചു തരാൻ പറ്റത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് ഈ നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് തിരികെ കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇത് ജീവിക്കുന്ന ദൈവമാ, ഇത് ജീവിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലുള്ള ദൈവമാ. മടങ്ങി വരാൻ വിളിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഒരു മടങ്ങി വരവിൻ്റെ ശുശ്രൂഷയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കർത്താവ് കരം നീട്ടി കാത്തു നിൽക്കുകയാണ് മടങ്ങി വരവിന് വേണ്ടി. നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം തിരികെ ചോദിക്കുന്ന എത്ര പേരുണ്ടാവും ദൈവമക്കളെ. ആമേൻ. സ്തോത്രം. ഞാൻ ഇവർ കാരണമല്ലേ എനിക്ക് ഇത്രയും കുറവുകൾ പറ്റിയത്, ഇവരൊക്കെ കാരണമല്ലേ എന്നിലെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, എൻ്റെ താലൊന്ന് നഷ്ടപ്പെട്ടത്. ഒരു പരാതിയില്ല. ജന്മത്തെ ശപിച്ചില്ല. ചിലപ്പോൾ നമ്മളൊക്കെ അറിയാതെയാണെങ്കിലും പറയല്ലേ, എന്തിനായിരുന്നു ഈ ജന്മം? എന്നിട്ട് ജന്മത്തെ കൂടെ ശപിച്ച് വന്നുപോയ തെറ്റുകുറ്റങ്ങളും ആ കൂട്ടത്തിൽ ജന്മത്തെ ശപിച്ച് മഹാപാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയാകരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിങ്കിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ വീണുപോയാൽ കരം നീട്ടി എന്നെ കൈനീട്ടി എന്നെ വീണ്ടെടുക്കുവാൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം ജീവിക്കുന്നെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ
ദൈവമക്കളെ, നമുക്ക് മടങ്ങി വരാൻ പറ്റും. തീർച്ചയായിട്ടും മടങ്ങി വരണം. കാരണം കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവമക്കളെ, അറിയാതെയാണെങ്കിലും വീഴ്ചകൾ പറ്റിയ തെറ്റുപറ്റിയെന്ന് കണ്ടാൽ അനുഗ്രഹം പ്രാപിച്ചൊരു ദൈവ പൈതല് മുഴങ്കാൽ മുടക്കി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കൈവിടാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും കണക്കിലെടുക്കാതെ നമ്മളെ സ്നേഹിച്ച് മാറോട് ചേർക്കുന്നൊരു ദൈവം. അപ്പോഴും ഇവിടെ ദാവീദ് രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കുമ്പോൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. അവിടെയും ഉപദേശിക്കാനുള്ള ആ താലന്ത് അദ്ദേഹത്തിന് ദൈവം കൊടുത്തതാണ്. ഉപദേശിച്ചിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്, എല്ലാ നന്മകളും ലഭിച്ചിട്ടുണ്ട്. അറിയാതെയാണെങ്കിലും പറ്റിപ്പോയ തെറ്റിനെ ഓർത്തുകൊണ്ട് തളർന്നു വീണ് കിടക്കുന്ന കുഞ്ഞെ, വേഗത്തിൽ എഴുതേക്കുക. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. മനസ്സൊരുക്കുള്ള ആത്മാവിനെ നിന്നെ താങ്ങണമെന്നൊരു പ്രാർത്ഥന ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചാൽ, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനതിരിയും. ഒരു വലിയ ശുശ്രൂഷ ചെയ്യുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും ദൈവമക്കളെ നഷ്ടപ്പെട്ട ആ കൃപാവരങ്ങൾ ഇരട്ടി പങ്ക് കൃപയോടെ തന്ന ദൈവം നമ്മളെ മാനിക്കുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമായ കർത്താവേ, കർത്താവിൻ്റെ വിളി കേട്ടവരും കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരും കർത്താവിന് വേണ്ടി നാളുകൾ വേല ചെയ്തവരും സാക്ഷി പറഞ്ഞവർ, പാടിയവർ, ഉപകരണങ്ങൾ വായിച്ചവർ, പ്രസംഗിച്ചവർ, കർത്താവെ ഏതെങ്കിലും വിധത്തിലൊരു കുറവോടുകൂടി വീണുപോയൊരവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് ഇത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് അടിയൻ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പാ. നിന്റെ മക്കൾക്ക് വേണ്ടി അടിയനും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യേശുവേ സ്തോത്രം. അടിയൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. വീണുപോയ മക്കളെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കണമേ അപ്പാ. ദൈവസന്നിധി പ്രത്യാശയുള്ളവരായി മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി നല്ല ഒരു സാക്ഷിയായി തീരുവാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആപത്ത് അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും കർത്താവിനെ വീണ്ടെടുക്കണമേ കർത്താവെ. ആ പണ്ടത്തെ ആ കൃപകളെ കർത്താവെ തിരിച്ചെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നല്ല സാക്ഷിയായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.